നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മി എന്ന എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് 777 എന്ന ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ്. എല്ലാ മാസവും നമുക്ക് ഡേറ്റും മാസവും ഒരേ നമ്പറിൽ വരാറുണ്ട്. അതുപോലെയുള്ള ഒരു ദിവസമാണ് ജൂലൈ 7 തീയതി, 7-ാം തീയതിയാണ് മാസവും. അപ്പോൾ ആ ഒരു ദിവസം 777 എന്ന ഏഞ്ചൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് എന്താണോ നമ്മുടെ ആഗ്രഹം അത് നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. 7-ാം മാസത്തിൽ വരുന്ന 7-ാം തീയതി രാവിലെ 7 മണിക്കോ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് 7 മണിക്കോ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയി ചെയ്യണം എന്നുള്ളവർക്ക് 7-7 ചെയ്യാം. രാവിലെ 7-7 ചെയ്യാം, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് 7-7 ചെയ്യാം. 2 പ്രാവശ്യവും ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരേ ഒരു തവണ ചെയ്താൽ മതി. ഇതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ 777 ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുകയാണെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പോകുന്ന ആ ഒരു വഴി കറക്റ്റ് ആണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും. അങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയത്തായിരിക്കും കാറിന്റെയോ സ്കൂട്ടറിന്റെയോ എന്തിന്റെ ആയാലും ഒരു നമ്പർ പ്ലേറ്റ് നമ്മളവിടെ 777 എന്ന് കാണുന്നത്. അപ്പോൾ അതിന് അർത്ഥം യൂണിവേഴ്സുമായി നമ്മൾ വളരെയധികം അലൈൻഡ് ആണ്, നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആണ് എന്നുള്ളതാണ്. 777 എന്ന ഏഞ്ചൽ നമ്പറിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. അതിൽ ഒരു അർത്ഥം ഇതാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആത്മീയ വശത്തിലൂടെ 7 എന്ന നമ്പർ നോക്കുമ്പോൾ 7 എന്ന നമ്പർ കേതു ഗ്രഹത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കേതു ഗ്രഹം എന്ന് പറയുന്നത് ജ്ഞാനം നൽകുന്ന ഗ്രഹം കൂടിയാണ്. ഇവിടെ മറ്റൊന്ന്, ഈ 777 എന്ന ഏഞ്ചൽ നമ്പർ നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 3 എന്ന സംഖ്യയാണ്. അതായത് 21 കിട്ടും. അതിനെ നമ്മൾ കൂട്ടുമ്പോൾ 2 + 1 3 എന്ന സംഖ്യ ഗുരുവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 7-7-2026 എന്നുള്ളതിനെ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 6 എന്ന സംഖ്യയാണ്. 6 എന്ന സംഖ്യ ശുക്രനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഗുരുവിന്റെയും ശുക്രന്റെയും അതുപോലെ തന്നെ കേതുവിന്റെയും ഈ 3 ഗ്രഹങ്ങളുടെയും ബെനിഫിറ്റ് നമുക്കിവിടെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് 7 മണിക്കാണ്. 7 മണി മുതൽ 7:59 ചെയ്യാവുന്നതാണ്. വളരെ കറക്റ്റായിട്ട് 7-7 ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഈ ഒരു കാര്യം ചെയ്യുന്നതിന് കുളിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പീരിയഡ്സ് ടൈം, പുലവാലായ്മ അങ്ങനെയുള്ള യാതൊരുവിധ റെസ്ട്രിക്ഷൻസും നോക്കേണ്ട ആവശ്യമില്ല ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ നമ്മൾ എഴുതുമ്പോൾ. അതുകൊണ്ട് തന്നെ രാവിലെ കുളിക്കുന്നവരാണെങ്കിൽ കുളിച്ചിട്ട് അല്ലെങ്കിൽ മുഖം കഴുകിയിട്ട് വന്ന് ഒരു പേപ്പർ എടുക്കുക, 1 to 7 എന്ന് എഴുതിയിടുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബദേവതയോട് നമ്മൾ ചെയ്തിട്ടുള്ള സകല തെറ്റുകളും ക്ഷമിക്കണം എന്നാണ് നമ്മൾ പറയേണ്ടത്. സോറി പറയുകയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള തെറ്റുകളാണെങ്കിലും നമ്മുടെ പാപകർമ്മങ്ങളൊക്കെ മാറ്റിത്തരണം എന്ന് കുടുംബദേവതയോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം പ്രപഞ്ചത്തിനോടും നമ്മുടെ തെറ്റുകളൊക്കെ തന്നെ ക്ഷമിക്കണം എന്ന് പറയുക. നമുക്ക് നൽകിയിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക. ഒരുപാട് വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് എപ്പോഴും നന്ദി പറയുകയും അതുപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായി ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളെ കുറിച്ചല്ല പറയുന്നത്. അറിയാതെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുമ്പോൾ ആ പാപം കുറഞ്ഞു കിട്ടുമെന്നുള്ളതാണ്. അപ്പം നമ്മളൊരു ജനൽ വലിച്ചടയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ അതിനിടയിൽ ഒരു പല്ലി ഇരുന്ന് അത് ചത്തുപോവുകയാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആ ജനൽ തുറക്കുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് അവിടെ ഒരു പല്ലി ഇരുന്ന് ചത്തുപോയി എന്ന്. അതൊരു സ്കെൽറ്റൻ പോലെ ആവും. അപ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മളൊരു പല്ലിയെ കൊന്നു എന്നുള്ളത്. അപ്പോൾ ശരിക്കും അതൊരു പാപം തന്നെയാണ്, പക്ഷേ നമ്മൾ അറിയാതെ ചെയ്തു പോയ പാപമാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നമ്മളൊന്ന് പശ്ചാത്തപിച്ചാൽ ആ പാപം നമുക്ക് മാറിക്കിട്ടും. അത് അറിയാതെ ചെയ്തു പോയ ഒരു പാപമായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ചെയ്യുമ്പോൾ നന്ദി പറയുന്നതിനും ക്ഷമ ചോദിക്കുന്നതിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. മറ്റുള്ളവരെ എപ്പോഴും വേദനിപ്പിച്ചിട്ട് ക്ഷമ ചോദിക്കുന്നത് കൊണ്ട് കാര്യമില്ല. അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുക.
പ്രപഞ്ചത്തിനോടും ക്ഷമ ചോദിച്ച് നമുക്ക് നൽകിയിട്ടുള്ള സൗഭാഗ്യങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞതിന് ശേഷം റിലാക്സ് ആയിട്ടൊന്ന് ഇരിക്കുക. റിലാക്സ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാവിലെയാണ് ഇരിക്കുന്നതെങ്കിൽ രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത് എന്നൊന്നും ചിന്തിക്കാതെ ഒരേ ഒരു മിനിറ്റ് റിലാക്സ് ആയി ഇരുന്നതിന് ശേഷം അവിടെ നമുക്ക് നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമുക്ക് സാധിച്ചു കിട്ടി എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അതെന്തുമാകട്ടെ, ചിലപ്പോൾ വീടായിരിക്കാം, കാറായിരിക്കാം, നല്ല മാർക്സ് കിട്ടണമെന്നായിരിക്കാം, അല്ലെങ്കിൽ കടങ്ങൾ തീർക്കാനുള്ള പൈസ കിട്ടണമെന്നായിരിക്കാം, പണയം വെച്ച സ്വർണം എടുക്കണമെന്നായിരിക്കാം. ഏതൊരു ആഗ്രഹമാണെങ്കിലും ആ ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടി എന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നമ്മൾ എഴുതേണ്ടത്, നമ്മൾ ആദ്യമേ തന്നെ 1 to 7 എഴുതിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എഴുതേണ്ടത് 777 എൻ്റെ ആഗ്രഹം സാധിച്ചു നൽകി. അതായത് 77 എന്ന ഏഞ്ചൽ നമ്പർ നമ്മുടെ ആ ആഗ്രഹം സാധിച്ചു നൽകി എന്നാണ് നമ്മൾ അവിടെ എഴുതുന്നത്. അപ്പോൾ ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ 777 എൻ്റെ ആഗ്രഹം സാധിച്ചു നൽകി. വീണ്ടും രണ്ടാമത് എഴുതുന്നതിന് മുൻപ് ആ ആഗ്രഹം സാധിച്ചു കിട്ടിയതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും എഴുതുക. അങ്ങനെ 7 തവണ എഴുതുക. 7 തവണയും നമുക്കത് സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം സന്തോഷം നമ്മുടെ മനസ്സിന് തോന്നും, അതുപോലെ വേണം ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ മാത്രമാണ് നമുക്കൊരു കുറച്ച് സമയം ആവശ്യമായിട്ടുള്ളത്. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെയുള്ള ഒരു സമയം നമ്മൾ ഇതിനായിട്ട് മാറ്റിവെക്കുക. 7 മണിക്കും 7:59 രാവിലെ ചെയ്യാം. രാവിലെ ചെയ്യാൻ സാധിക്കാത്തവർക്ക് സന്ധ്യയ്ക്ക് ചെയ്യാവുന്നതാണ്. 2 നേരവും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരേ ഒരു ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് വളരെ പെട്ടെന്ന് നമുക്കത് സാധിച്ചു കിട്ടുന്നത്. 7 പ്രാവശ്യവും 77 എന്ന ഏഞ്ചൽ നമ്പർ എൻ്റെ ആഗ്രഹം സാധിച്ചു നൽകി എന്ന് എഴുതിയതിനു ശേഷം ലാസ്റ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു. അത് നമ്മൾ എല്ലാ മാനിഫെസ്റ്റേഷനിലും ചെയ്യുന്ന കാര്യമാണ്. അത് മറക്കാതെ ചെയ്യുക. ഞാനിവിടെ പറഞ്ഞപ്പോൾ 777 എന്ന ഏഞ്ചൽ നമ്പർ എന്ന് നമ്മൾ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. 777 എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു നൽകി. അതായത് 777 എന്ന ഈ ഏഞ്ചൽ നമ്പർ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു നൽകി എന്നുള്ളതാണ് അവിടെ എഴുതുന്നത്. ആ ഒരു ലൈനിൽ നിൽക്കുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ എഴുതുന്നത്. ഇനി ആ പേപ്പർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം നമുക്കത് കത്തിച്ചു കളയാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ പേപ്പർ നല്ലതുപോലെ കുതിർന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ചെടിയുടെയോ മരത്തിന്റെയോ ചുവട്ടിൽ കൊണ്ടുപോയി കളയാവുന്നതാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ തന്നെ ചെയ്യുക. എല്ലാ മാസവും ഇതുപോലെയുള്ള ഓരോ പോർട്ടൽസിലും പലർക്കും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് ഈ ആഗ്രഹം സാധിച്ചു കിട്ടും എന്നുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പുറത്ത് നമുക്കത് ആഗ്രഹമുണ്ട്, സാധിച്ചു കിട്ടണം എന്ന്, പക്ഷെ മനസ്സിനുള്ളിൽ ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് സാധിച്ചു കിട്ടാത്തത്. അപ്പോൾ പുറത്ത് മാത്രം ആഗ്രഹം പോരാ, മനസ്സിനുള്ളിലും അത് സാധിച്ചു കിട്ടും എന്ന് പ്രപഞ്ചത്തിനെ വിശ്വസിച്ചാൽ മാത്രമേ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുകയുള്ളൂ. എല്ലാവർക്കും തന്നെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ട്രൈ ചെയ്യാവുന്ന ഒന്നാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.